ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും മനോരമയെ കൈയോടെ പിടികൂടിയിരിക്കുകയാണ് മുത്തശ്ശിയും അഞ്ജലിയും ചേർന്നിട്ട്. എന്തായാലും വനിതാ സമാജത്തിന് സമൂഹ വിവാഹം നടത്താൻ വേണ്ടി കുഞ്ഞിനോട് പണം ചോദിച്ച് ഇതിനു വേണ്ടിയായിരുന്നു എന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോഴേക്കും അഞ്ജലി മോളെ, നിന്റെ മുത്തശ്ശിയോട് കണ്ണിലിങ്ങനെ ബ്ലഡ് ഇല്ലാതെ ടൊക്കയില്ലെന്ന് പറ മോളെ. പറച്ചിൽ കേട്ടോ തോന്നുന്നു ഞാൻ കുഞ്ഞിൻ്റെ പൈസ മൊത്തം നശിപ്പിച്ച് കളയാന്ന്. അങ്ങനെ വല്ലതും ആണോ? അല്ല, ഞാനിങ്ങനെ തലവേദന എടുത്ത് കിടക്കണ സമയത്ത് ഒരു കോളിംഗ് ബെല്ല് കേട്ടു. ഞാൻ ചെന്ന് നോക്കി. ദേ, ജ്വല്ലറിയിലെ മാനേജർ മുന്നിൽ നിൽക്കണു. പുതിയ കളക്ഷൻസ് കാണിക്കാൻ വന്നേക്കുവാന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാ. ഇതാണോ ഞാൻ ചെയ്ത ബിഗ് മിസ്റ്റേക്ക് എന്നൊക്കെ ചോദിക്കേട്ടാ. അപ്പോഴേക്കും മറ്റേ മാനേജർ വന്നു കേട്ടോ. മനോരമയോട് പറഞ്ഞു, ഞാൻ ഷേണായി സാറുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഷേണായി സാറ് നല്ല രീതിയിൽ ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ട്. മാഡം പറഞ്ഞ ആ സെറ്റിന് ഫൈനൽ 11.5 ലക്ഷത്തിന് തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഇത് കേട്ട മുത്തശ്ശി ഞെട്ടി. മനോരമയാണെ പെട്ടു, വീണ്ടും ഞാൻ പെട്ടു, ഈശ്വര ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ പെട്ടു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ആക്ച്വലി 12.5 ലക്ഷം രൂപയാകും. അത് 11 ലക്ഷത്തിന് തരാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മാനേജർ ഇവരെ കാണുന്നത്. സുഭദ്ര മേഡവും അഞ്ജലി മേഡവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്താ മേഡം ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് പറയാതിരുന്നത് എന്ന് മനോരമയോട് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കളക്ഷൻസ് കൂടി എടുക്കുമായിരുന്നല്ലോ. അതായത് ഇവനെ വിളിച്ചു വരുത്തിയതും മനോരമയാണ് എന്നാണ് ഇവനിപ്പോൾ പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ മനോരമ കണ്ണുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുക, മിണ്ടായിരിക്കുക എന്ന്. അപ്പോഴേക്കും അഞ്ജലിയോട് മുത്തശ്ശി ചോദിച്ചു, നിൻ്റെ ആൻറ്റി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അമ്പലത്തിലേക്ക് നമ്മളെ തനിച്ച് വിട്ടെന്ന് മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരുന്നു. മാനേജർ സാറേ, ഒരു കാര്യം പറയട്ടെ, എന്തൊക്കെ ഇന്ന് നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അതിലൊരു തരി പോലും കുറയാതെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോക്കണം. ഒരു തരി പൊന്നു പോലും ഈ വീട്ടിൽ വെച്ചേക്കണം, എല്ലാം എടുത്തുകൊണ്ട് പൊക്കോളാനായിട്ട് മുത്തശ്ശി ഓർഡർ ഇട്ടനുസരിച്ച് നമ്മുടെ മാനേജർ അതൊക്കെ എടുത്തുകൊണ്ട് അപ്പം തന്നെ സ്ഥലം വിട്ടു. മനോരമയാണ് ശംഖ് പൊട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. മനോരമ നേരെ മോനൻ്റെ നെഞ്ചിലേക്കും പാണ്ടിലോറി മറിഞ്ഞതുപോലെ അങ്ങോട്ട് വീണു. ഓ എൻ്റെ മഗോഡ് എന്നൊക്കെ വിളിച്ചുകൊണ്ട്, ഈ വീട്ടിലൊരു ഡോഗിൻ്റെ വില പോലും എനിക്ക് ഇല്ലല്ലോ, എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു അമ്മ? അയ്യോ ഞാനിനി എന്തിന് ജീവിക്കണം, ഹൈ ഗോയിങ് വിത്ത് ഡൈ, എനിക്കിനി ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പൊട്ട ഇംഗ്ലീഷും പറഞ്ഞ് നടക്കുകയാണ്. എനിക്ക് ഇവളുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴത്തേനും ചിരി വരും കേട്ടോ. അപ്പോൾ മനോരമ, നീ മിണ്ടാതിരിക്കുക, കരയല്ലേ, എന്നെ ഇങ്ങനെ നാണം കെടുത്തപ്പം വേറെ അറിയൂ, നോട്ട് അറ്റ് ഓൾ, ഞാൻ സഹിക്കില്ല, അൺസഹിക്കബിൾ, നോയിക്കോ, യു ലുക്ക് ഐ ഡൈ എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമയുടെ കാർച്ച കണ്ടിട്ട് മുത്തശ്ശി അഞ്ജലിയും കൂടെ നിന്ന് ചിരിക്കും കേട്ടോ. എന്തായാലും മനോരമ ഇതല്ലേ ഇതിലപ്പുറം പറയുമെന്നും ചെയ്യുമെന്നും ഇവർക്കറിയാം. എന്തോരം പറഞ്ഞാൽ എവിടം വരെ പോകാനെന്ന് എന്ത് ചെയ്യാനാണ്. ഇങ്ങനെ ഒരു ആൻറ്റി വീട്ടിലുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? കാണുന്നവർക്ക് രസമാണ്, അനുഭവിക്കുന്നവർക്ക് തന്നെ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാന്ന് പറയുന്നത് പോലെ നമുക്കൊക്കെ രസം, അനുഭവിക്കുന്നവർക്ക് എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇതേ സമയം നമ്മുടെ പ്രീതിയും അമ്മായിയും കൂടെ വീട്ടിലേക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പ്രീതിക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, വീട്ടിൽ ശ്രുതി കാണണേന്ന്. ഈശ്വരാ അവളെത്തി കാണണേ. അപ്പോൾ അമ്മായി അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. അപ്പോൾ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് എന്നിങ്ങനെ പ്രീതിയോട് ഇങ്ങനെ ചോദിക്കുക. അതെ, പ്രീതി പേടിച്ചറിൻ്റെ ഈശ്വരാ അവളകത്തില്ലേ എന്നൊക്കെ ഓർത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അല്ല ഞാൻ താക്കോൽ എവിടെയാണെന്ന് ഓർക്കുമായിരുന്നു എന്ന് പ്രീതി പറയുക. താക്കോലോ? അതിന് നമ്മൾ വീട് പൂട്ടിയിട്ടല്ലല്ലോ പോയത്, ശ്രുതി അകത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുക. എൻ്റെ കൃഷ്ണ കുരുത്തം കെട്ടവൾ, ഇനി വീടും പൂട്ടി ഇനി എങ്ങോട്ടെങ്കിലും പോയാവോ. എന്തായാലും ഈ ആൻറ്റിയും കൊള്ളാട്ടോ, കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഹിന്ദിയുടെ റീമേക്കാണല്ലോ, കറക്റ്റ് അതിനകത്ത് എങ്ങനെയാണോ അതേപോലെയുള്ള ആൾക്കാരെ തന്നെയാണ് ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തിരിക്കുന്നതും. ഏതാണ്ട് ഷേപ്പും, അതായത് മുഖ ഷേപ്പ് പോലും സെയിം എന്ന രീതിയിൽ അവർ എടുക്കാനായിട്ട് ചേച്ചിയൊക്കെ എനിക്ക് സെയിം ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ തോന്നണം, എൻ്റെ തോന്നണമെന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ഈ അമ്മായി, അതെ അമ്മായിയുടെ അത് ആക്ടിങ്ങും ഒക്കെ അതെ. അങ്ങനെ നമ്മുടെ ശ്രുതി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ശ്രുതി ഇതുവരെ എത്തിയിട്ടില്ല. അമ്മായി ആണെങ്കിൽ അകത്ത് കടന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിയാണ്. പക്ഷെ ശ്രുതി ഇതേ സമയം അടുക്കള വാതിക്കലെത്തി. പെട്ടെന്ന് തന്നെ വാതിൽ കഷ്ടപ്പെട്ട് എങ്ങനെയോ തുറന്ന് അകത്തൂടെ വന്നിട്ട്, ഈ പെണ്ണെന്താ വാതിൽ തുറക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അമ്മായി ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. ഇവൾ പോത്ത് പോലെ കിടന്ന് ഉറങ്ങാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും
അവസാനം നമ്മുടെ ശ്രുതി ഓടിപ്പടച്ച് കതക് തുറക്കാനായിട്ട് വന്നു. കതക് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും എത്ര നേരമായി ഇവിടെ കിടന്ന് ഒച്ച എടുക്കുന്നു. നീ എന്താ കഥ അടച്ചിട്ട് കിടന്ന് ഉറങ്ങുവാണോ? ഒന്നും മയങ്ങായിരുന്നു. പകലുറക്കമേ പെൺകുട്ടികൾക്ക് അത്ര നല്ല ശീലമൊന്നും അല്ല. അതെങ്ങനെയാ, പെൺകുട്ടികളുടെ കുണമെല്ലാം കയ്യിലുണ്ടോ എന്ന് പറഞ്ഞ് അമ്മായി അങ്ങ് പോവുകയാണ്. അമ്മായി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്രുതി ഒന്ന് നേരെ ശ്വാസം പോലും ഇടുന്നത് നിന്ന് കിതക്കുകയാണ്. പ്രീതി ആകെ പേടിച്ചു പോയി. എൻ്റെ ശ്രുതി, നീ വാതിൽ തുറന്നപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അവിടെ നോടി ഓട്ടത്തിന് എൻ്റെ ശ്വാസം ഇപ്പോൾ പോലും നേരെ വീണിട്ടില്ലേ ചോദിച്ചേ. ഇവരുടെ ഈ സംസാരം നല്ല രസമാണ്, പാലക്കാട് ഭാഷയിലൊരു സംസാരം. ഇതേ സമയം നമ്മുടെ മനോരമ കരയുക, അയ്യോ മൈ ഗോഡ്, ഈ ലോകത്തിൽ ഒരു മരുമോൾക്കും ഇങ്ങനെ ഒരു ഗതികേടുണ്ട് വരുത്. എൻ്റെ പൊന്നെ, വയസ്സായി, ന്യൂസിൽ ട്വീറ്റ് വന്നു. എന്നിട്ടും ആ തള്ളയുടെ ധിക്കാരം കണ്ടില്ലേ? ആ തള്ളയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനൊരു നാണക്കേട് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ചത്താൽ മതി, എനിക്ക് ചത്താൽ മതി. അപ്പോഴേക്കും കെട്ടിയ വന്നു. മനു, എന്തായത്? നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ? എനിക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. സങ്കടപ്പെടാതെ ഞാൻ എന്താ ചെയ്യുക? നിങ്ങളുടെ അമ്മയുടെ ആട്ടും തുപ്പും കേട്ട് ഞാനിവിടെ കിടന്ന് തുള്ളിച്ചാടനോ? ടെൽ മീ മോനേട്ടാ, ടെൽ മീ. ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? വാട്ട് ഈസ് ദ റോങ്? ടെൽ മീ. അപ്പം അമ്മ അറിയാതെ ആ ജോലറിക്കാരനെ വിളിച്ചു വരുത്താൻ പോയത് എന്തിനാ? അതല്ല ഈ കുഴപ്പത്തിനല്ല കാരണം. വിളിച്ചു വരുത്തിയ എന്താ കുഴപ്പം? ഹലോ ഹസ്ബൻഡ്, യു നോ, കെട്ടിക്കാൻ പ്രായമായൊരു ചെറുക്കൻ്റെ അമ്മയാണ് ഞാൻ. ഈ പ്രായത്തിൽ നിങ്ങളുടെ അമ്മയുടെ അടിമയാവണമെന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പള്ളിയിൽ എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നോ ക്വസ്റ്റ്യൻ നോ ആൻസർ. എന്നെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ശൗര്യം നീ എന്താടി അമ്മയുടെ മുമ്പിൽ കാണിക്കാത്തേ? അതെൻ്റെ ആയിന്ന് വല്ല വേണ്ടിയിട്ട് അവർ ഉരുണ്ട് പറഞ്ഞിട്ട് വീടുണ്ടാന്ന് വെച്ചിട്ടാ. എൻ്റെ പൊന്നോ, എന്നാലും അവർ ഇത്രയും എന്നെ അപമാനിച്ചിട്ട് നിങ്ങൾക്കൊന്ന് പ്രതികരിക്കാൻ തോന്നിയോ? വാട്ട് എ പൊട്ടറ്റോ യു ആർ. അപ്പോഴേ എന്താ നീ എന്ത് നിങ്ങളെന്ത് കിഴങ്ങനാന്ന്? അപ്പോഴേക്കും മോഹനൻ പറഞ്ഞു, നീ നിൻ്റെ പൊട്ട ഇംഗ്ലീഷ് ഒന്ന് നിർത്തുക, എന്നിട്ട് അതും കൂടെ നിർത്തിയിട്ട് വേണം നിങ്ങൾക്ക് എൻ്റെ ഇവിടെ ഇവിടുത്തെ വേലക്കാരിയാക്കാൻ. മോഹനേട്ടാ, ഒരു പെണ്ണിൻ്റെ ജീവിതത്തിന് വേണ്ട വിലപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? അപ്പോഴേക്കും മോഹനൻ ചോദിച്ചു, എന്ത്? ആവശ്യത്തിന് പൊന്ന്, കൂടെ കൂട്ടാൻ യോഗ്യനായൊരു ഭർത്താവ്. എൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും നീ എനിക്ക് തന്നില്ല. മൈ ഗോഡേ, വാട്ടെ തലവിധി എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ. അപ്പോൾ നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് വന്നു. ആൻറ്റി എന്നൊക്കെ വിളിച്ചുകൊണ്ട്, വേണ്ട, എന്നോട് ആരും ഒരു ലോഹിത്തിനും വേണ്ട, എനിക്കാരെയും കാണണ്ട, നോ ടോക്ക് നോ സി എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ പിണങ്ങല്ലേ. ആൻറ്റിക്ക് വേണ്ടിയിട്ട് അശ്വിൻ എന്താ എൻ്റെ കൈ തന്നു വിട്ടിരിക്കുന്നതെന്ന് അറിയോ? അയ്യോ, എനിക്കാരുടെ ഒന്നും വേണ്ടേ, നോബഡി നത്തിങ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അശ്വിൻ തന്നു വിട്ട ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ആർക്ക് കൊടുക്കും എന്നും പറഞ്ഞ അഞ്ജലി ആഭരണപ്പെട്ടിയും കൈ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും മനോരമയുടെ കണ്ണ് പതുക്കെ അങ്ങ് പാളി തുടങ്ങി കേട്ടോ. അതങ്ങ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ എൻ്റെ മൈ ഗോഡ്, ഇതെനിക്കായിട്ട് മേടിച്ചതാണോ അവൻ? സത്യം പറ മോളെ, ഇതെനിക്കായിട്ട് മേടിച്ചതാണോ? പിന്നല്ലേ, ആൻറ്റി എന്താഗ്രഹിച്ചാലും അതിന് അശ്വിൻ നോ പറയില്ല എന്നറിയാലോ, പിന്നെന്താ. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോളെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും നിൻ്റെ കുഞ്ഞ് സ്നേഹമുള്ളവനാ, അവന് ഒരുപാട് പുണ്യം കിട്ടും. അപ്പോഴേക്കും മോഹനൻ ചോദിച്ചു, എന്തിനാ മോളെ നീ വേണ്ടാത്തതൊക്കെ അവനെ കൊണ്ട് മേടിപ്പിച്ചത് എന്ന് അഞ്ജലിയോട് ചോദിച്ചപ്പോൾ, ഞാനല്ല കുഞ്ഞനല്ലേ മേടിച്ചത്. ഷട്ടപ്പ് മോഹനേട്ട, ഷട്ടപ്പ്. എൻ്റെ മോഹനേട്ടനെ എൻ്റെ കുഞ്ഞൻ എന്തെങ്കിലും മേടിച്ചു തരുന്നതിന് നിങ്ങൾക്ക് എന്താ? തിന്നയില്ല, തീറ്റിക്കില്ല, വാട്ട് എ പിറ്റി. ഐ ആം ദ വെരി മച്ച് ഹാപ്പി ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് എൻ്റെ അത്ര സന്തോഷിക്കുന്ന വേറൊരു സ്ത്രീ ഉണ്ടാവില്ല. നോട്ടുള്ളിയെ ഞാൻ, ബട്ട് ഓൾസോ ഞാൻ എന്നും പറഞ്ഞിട്ട് ആഭരണമൊക്കെ എടുത്ത് പതുക്കെ ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഓരോന്നൊക്കെ എടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെന്താ ചുമ്മാ ഇരുന്ന് ചിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ ഇവളുടെ ഡയലോഗുകൾ കേട്ട് അറിയാതെ ചിരിച്ചു പോകുന്നതാണ്. എന്തായാലും നമ്മുടെ മുത്തശ്ശി അവിടെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. മറ്റേ വേലക്കാരൻ ചേട്ടനുണ്ടല്ലോ, രാമനോ, അതെ, ജന്മന ഉള്ള ആർത്തി മരിച്ചാലും തീരില്ല. ഇവിടെ ചിലരൊക്കെ അങ്ങനെയാണ്, ആർത്തിയാണ്. അപ്പോഴേക്കും അഞ്ജലി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. രാമേട്ടന് സുമ അന്വേഷിച്ചായിരുന്നു, അടുക്കളയിലേക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോഴാണ് മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വിളിച്ചത്. എന്നാൽ ഞാനത് വാങ്ങിച്ചു കൊടുത്തിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രാമൻ അങ്ങ് പോവുക. അപ്പോഴേക്കും മുത്തശ്ശി അഞ്ജലിയോട് പറഞ്ഞു, മോളെ അഞ്ജലി, എന്ന് മുതലാണ് നീയും നിൻ്റെ അനിയനും എന്നെ ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ ശീലിച്ചു തുടങ്ങിയത്?
അപ്പോഴേക്കും അഞ്ജലി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു? ഞാനും അശ്വിനും മുത്തശ്ശിയിൽ നിന്ന് എന്താ മറച്ചത്? വേണ്ട 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 വേണ്ട, കള്ളം പറഞ്ഞ് ശീലമില്ലാത്തവർ അതിന് വേണ്ടിയിട്ട് മെനക്കെടാനായിട്ട് നിൽക്കരുത്. എന്താ, വയസ്സായതുകൊണ്ട് എൻ്റെ കണ്ണിൽ തിമിരം ബാധിച്ചു കഴിഞ്ഞോ എന്ന് വല്ലതും നിങ്ങൾ ഉറപ്പിച്ചോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ അറിയാതെ കുഞ്ഞൻ മനോരമയ്ക്ക് ആഭരണം മേടിച്ചു കൊടുത്തു അല്ലേ? അപ്പോഴേക്കും അഞ്ജലി മുത്തശ്ശി, അത് എന്തിനാ നീയും അവനും അവൾക്ക് അർഹിക്കുന്നതിനേക്കാൾ സ്ഥാനം കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ? കിട്ടിയ അവസരം നന്നായിട്ട് മുതലെടുക്കാനായിട്ട് അവൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ രണ്ടുപേരും അവളുടെ പൂങ്കണ്ണീരിലും കള്ളത്തരത്തിലും അങ്ങോട്ട് വീഴുകയും ചെയ്യും. അവൾ ചെയ്ത ദ്രോഹമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? അപ്പം മുത്തശ്ശി മറന്നു കളാ എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, അവൾ ചെയ്തതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾ ചെയ്തതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. നിങ്ങൾ അവളെ സ്നേഹിക്കുന്നതും എനിക്കിഷ്ടമല്ല എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയണം. അപ്പോഴേക്കും അവിടെ അശ്വിൻ അങ്ങോട്ടേക്ക് വന്ന്, ചേച്ചിക്ക് ആൻറ്റിക്ക് ചേച്ചിയെ വഴക്ക് പറയണ്ട, സോറി കേട്ടോ, ഇടയ്ക്ക് തെറ്റി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറിപ്പോയതാണ്. എന്തായാലും അഞ്ജലിയെ വഴക്ക് പറയണ്ട, എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഓർണമെൻറ്റ്സ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ അതെൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതെന്തിനാണെന്ന് മുത്തശ്ശിക്ക് അറിയത്തില്ലേ? എന്തിനാണെന്ന് അറിയത്തില്ലേ? എനിക്ക് ആൻറ്റിയോടും മറക്കാൻ പാടില്ലാത്ത ചില കടപ്പാടുകളുണ്ട്. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആഭരണങ്ങൾ പണയം വയ്ക്കാൻ തന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ക്യാഷ് എടുത്ത് തന്നും അവരെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. സഹായിച്ചതിൻ്റെ കടപ്പാടൊന്നും മറക്കണമെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ നിന്നെ അവർ സഹായിച്ചതിൻ്റെ 100 ഇരട്ടി നീ ഇപ്പം അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി എന്തിനാണ്? ആകാശിനെ നീ ഉന്നതമായൊരു സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു. അതിനപ്പുറം നിനക്ക് എന്താ ചെയ്യാൻ ബാക്കിയുള്ളത്? അപ്പോൾ മുത്തശ്ശി പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം. അത് മുത്തശ്ശിയോട് എനിക്കുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. എന്തായാലും എൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ കടമകളാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ നിന്ന് എന്നെ തടയാനായിട്ട് ആർക്കും പറ്റില്ല, ആരും എന്നെ തടയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങോട്ട് പോവാണ്. മുത്തശ്ശിയോടും എതിർത്ത് സംസാരിച്ചിട്ടല്ലേ നമ്മുടെ അശ്വിൻ പോയത്. മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക. ഈ മുത്തശ്ശിയെ കാണുമ്പോഴത്തേനും ഉണ്ടല്ലോ ഓർമ്മ വരുന്നത് നമ്മുടെ കാവ്യനെയും ജീവനെയൊക്കെ, കസ്തൂരിമാനിലെ കാവ്യനെയും ജീവനെയൊക്കെ ഇല്ലേ, ഓർമ്മ വരുന്നത് അവരെയാണ്. അവരൊക്കെ എവിടെ, മുത്തശ്ശി ഉള്ളപ്പോൾ അവരൊക്കെ എവിടെയോ മുത്തശ്ശിയുടെ ചുറ്റിനും ഉണ്ടെന്നൊക്കെ പെട്ടെന്ന് ഓർമ്മ വരിക. പുള്ളിക്കാരി ആ പണ്ടത്തെ ആ ഒരു മുത്തശ്ശിയുടെ ഇതിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ശ്രുതിയുടെ അമ്മായിക്ക് ഒരു കവർ അവിടെ കിടന്ന് കിട്ടുകയാണ്. അതായത് അവളുടെ ആ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇല്ലേ, ആ ഒരു കവറാണെന്ന് തോന്നുന്നു. എന്തോ ഒരു സംഭവം വാതിലിൻ്റെ അവിടെ കിടന്ന് ഇങ്ങനെ കിട്ടുകയാണ് കേട്ടോ. ഈ പുള്ളിക്കാരി അതെടുത്ത് നോക്കുക. അപ്പോയിൻമെൻറ്റ് ഓർഡർ ആണോ എന്ന് എനിക്കറിയില്ല, അതിങ്ങനെ എടുത്ത് നോക്കുകയാണ്. സോറി കേട്ടോ, തെറ്റിപ്പോയി. ആ കടവിൻ്റെ അവിടെ വല്ല പോസ്റ്റ്മാനോ വല്ലതും കൊണ്ടിട്ടതായിരിക്കാം. ഒരു കവറായിരുന്നു കേട്ടോ. അത് അവളുടെ അപ്പോയിൻമെൻറ്റ് ഓർഡറൊന്നും അല്ലായിരുന്നു കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാണ്. ചില ഊഹങ്ങൾ തെറ്റിപ്പോലോ, ഏത് പോലീസുകാരനോ ഒരു അബദ്ധം പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞതുപോലെ ആ ഒരു അയൽക്കൂട്ടത്തിലോ കണ്ട് ഈ പുള്ളിക്കാർ സംഘത്തിലോ കണ്ട് ഈ അമ്മായി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മായിക്ക് സംഘത്തിൽ നിന്ന് പലിശയും കണ്ട് കിട്ടിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. ആ പലിശ ഇനി മുതൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പേപ്പറാണ് വന്നിരിക്കുന്നത്. ഈശ്വര, ഇനി എന്ത് ചെയ്യാവോ എന്നും പറഞ്ഞിട്ട് അമ്മായി ഇതിൻ്റെ ആ ഒരു ദേഷ്യം കൂടെ ശ്രുതിയുടെയും പ്രീതിയുടെയും മേത്തേക്ക് തീർക്കും. എന്തായാലും അമ്മായി ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കണം. ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അമ്മായിയോട് ജോലിക്കാരും പറയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പ്രീതി പറഞ്ഞു, പറയണ്ട എന്നിങ്ങനെ പറയാണ്. അതെങ്ങനെയാ അമ്മയോട് പറയാണ്ട് ജോയിൻ ചെയ്യുന്നതിൻ്റെ അന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതിയോ? എപ്പോഴായാലും അമ്മായി അറിയണ്ടേ എനിക്ക് ജോലി കിട്ടിയ കാര്യമൊക്കെ? അത് നേരത്തെ ആവുന്നതുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് അമ്മായിയോട് പറഞ്ഞു നോക്കിയാലേ അറിയത്തുള്ളൂ. നമുക്ക് രാത്രി സമാധാനത്തോടെ ഇക്കാര്യം പറയാം. ഇപ്പം അമ്മായിൻ്റെ മൂഡ് അത്ര ശരിയല്ലെന്നാണ് തോന്നണത്. അപ്പോഴേക്കും ചേച്ചി അമ്മായിയെ കൊണ്ട് സമ്മതിപ്പിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ നടക്കാൻ പാടുള്ളൂ. അമ്മായിയുടെ മുന്നിൽ വരാൻ പോകുന്ന പ്രാരാബ്ധത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്കൊരു നാടകം കളിക്കേണ്ടി വരും. നാടകമോ? എന്താ നീ പറയണത്? അതൊക്കെ ഉണ്ട്. ചേച്ചി എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ മതി. സോറി മക്കളെ, സോറി ഫ്രണ്ട്സ്, മൈക്ക് മാറിപ്പോയി. ഞാൻ മൈക്കാണെന്ന് ഓർത്ത് കുറച്ച് നേരം എടുത്ത് വിളിച്ചത് ഇതായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു സൗണ്ട് വ്യത്യാസം അതിനകത്ത് ഉണ്ടാവും കേട്ടോ. ഒരബദ്ധം പറ്റിപ്പോയതാണ്. ഇത് ക്യാമറയിൽ ഇങ്ങനെ എടുക്കുന്നതാണ്, വേറൊരു ആപ്പിലും കയറി ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ എനിക്കിതൊക്കെ അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഈ സാധനമൊക്കെ കട്ട് ചെയ്തിട്ട് അടുത്ത് എടുത്തേനെ. എന്തായാലും ഒരു ലേശം ഉള്ളൂ കേട്ടോ, സൗണ്ട് ലേശം കുറവായിരിക്കും. എന്തായാലും അമ്മായിയുടെ അടുത്ത് പോയി കുറച്ച് നാടകം കളിക്കാനായിട്ട് ശ്രുതിയും പ്രീതിയും കൂടെ തീരുമാനിക്കുകയാണ്.
പക്ഷേ ഇപ്പം നാടകം കളിക്കാൻ പറ്റിയ സമയമാണ്. അമ്മായി അവിടെ ആകെ ബേജാറടിച്ചിരിക്കുകയാണ്. എന്താവുമെന്ന് കണ്ടറിയണം. അമ്മായി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോഴേക്കും പ്രീതി പോയി കാര്യം തിരക്കി. പ്രീതിയോട് ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റിൻ്റെ പലിശ ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അമ്മായി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പ്രീതി ഈ കാര്യം ചെന്ന് ശ്രുതി അറിയിച്ചു. തേടി വള്ളി കാലിൽ ചുറ്റിയെന്ന് ശ്രുതിക്ക് മനസ്സിലായി. ഇത് തന്നെ പറ്റിയ സമയം. കുറച്ചുകൂടെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇറക്കി അമ്മയുടെ പ്രാരാബ്ധമൊക്കെ പറഞ്ഞ് ഈ ഒരു കേസൊക്കെ പറഞ്ഞ് വരുമാനം ഇല്ലാണ്ടായിരിക്കുകയല്ലേ, ഈ ഒരു കേസൊക്കെ പറഞ്ഞിട്ട് അമ്മായിക്കൊരു ചായയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ചായയൊക്കെ കൊണ്ടങ്ങോട്ട് കൊടുക്കുക. അമ്മായി ഈ ചായ എന്നും പറഞ്ഞിട്ട് ഇവളങ്ങോട്ട് ചെന്നു കേട്ടോ. തല വെട്ടിപ്പൊളിച്ചിരിക്കുക, ഒരു ചായ കിട്ടിയത് നന്നായി എന്നും പറഞ്ഞിട്ട് അമ്മായി ആ ചായ മേടിച്ച് കുടിക്കുക കേട്ടോ. ഇതെന്തുവാടി ഇത്? ഇതെന്തുവാ? ചായയോ അതോ കഷായമോ? ഇതിനകത്തിട്ട് പഞ്ചസാര ഇടാൻ നിൻ്റെ കയ്യിൽ എന്താ കുരുവായിരുന്നോ? അപ്പോഴേക്കും ശ്രുതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. എൻ്റെ തലവേദന കൂടുവല്ല എൻ്റെ കൃഷ്ണ. അയ്യോ, ഞാൻ പഞ്ചസാര ഇടാൻ മറന്നതല്ല അമ്മായി. ഒരു തരി പഞ്ചസാര പോലും ഈ ഇവിടുത്തെ അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? 1/2 കിലോ പഞ്ചസാര വാങ്ങിയത് മൊത്തം തീർന്നോ? എൻ്റെ കൃഷ്ണ, അതെങ്ങനെ ഇത്ര പെട്ടെന്ന് തീർന്നത്? അമ്മായി തനിച്ചുള്ളതുപോലെ അല്ലല്ലോ ഇപ്പോൾ. ഞാൻ ചേച്ചി ഉള്ളപ്പോൾ സാധനങ്ങളൊക്കെ കൂടുതൽ വേണ്ടി വരില്ലേ ചേച്ചി? അപ്പോഴേക്കും അത് ശരി അമ്മായി, പഞ്ചസാര മാത്രമല്ല അരിയും പരിപ്പും പയറും ഒക്കെ കാലിയാവാറായി. മാവും ഒക്കെ ആണെങ്കിലും കഷ്ടിച്ച് ഇന്ന് രാത്രി കൂടെ ഉള്ളൂ. ദാരിദ്ര്യം എൻ്റെ കൃഷ്ണ, ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും? മുമ്പൊക്കെ 1000 രൂപയുടെ സാധനങ്ങൾ മേടിച്ചാൽ 1 മാസം കഴിഞ്ഞാലും മിച്ചമുണ്ടായിരുന്ന വീടായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം എത്ര രൂപയുടെ സാധനങ്ങൾ മേടിച്ചു? സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയല്ലേ അമ്മായി? സാധനങ്ങൾക്ക് മാത്രമല്ല എൻ്റെ തലയ്ക്ക് പോലും തീ പിടിച്ചിരിക്കുക എന്നും പറഞ്ഞ അമ്മായി. ഈ മാസം മുതൽ സംഘത്തിൽ നിന്ന് കിട്ടുന്ന പലിശ കാശും കിട്ടത്തില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും എൻ്റെ കൃഷ്ണ? വീട് പട്ടിണി ആവുമല്ലോ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഞങ്ങൾ കാരണം അമ്മായിയും കൂടെ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ ഓർമ്മ കുറച്ച് മുന്നേ വേണമായിരുന്നു. നീ ഒരുത്തി ഇതിനൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ വഴക്ക് പറയാം. പ്രീതി, ഇന്നത്തേക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കാനുണ്ടോ? ഇന്നത്തേക്ക് കഷ്ടിച്ച് ചകയും, പക്ഷെ നാളെ മുതൽ അയ്യോ കഷ്ടിച്ച് 4-5 ദിവസം കഴിഞ്ഞ് പോകാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലുള്ളൂ. അത് പോരല്ലോ. വലിയ ലാവിഷായിട്ടല്ലെങ്കിലും ജീവൻ കിടക്കാൻ വേണ്ടിയെങ്കിലും വല്ലതും തിന്നും കുടിക്കാൻ വേണ്ടേ? ഇത് ചെയ്യും എൻ്റെ കൃഷ്ണ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി കരയുക, ഭയങ്കര കരച്ചിൽ എന്നും പറഞ്ഞിട്ട് തന്നെ മോങ്ങുക. നീ എന്തിനാടി തൊള്ള തുറക്കണത്? അല്ല, നമ്മൾ 3 പെണ്ണുങ്ങൾ ഈ വീട്ടിൽ പട്ടിണി കിടന്ന് നരകിക്കുന്ന കാര്യം ഞാനൊന്ന് ആലോചിച്ച് പോയതാ എൻ്റെ അമ്മായി. ഇതെന്തൊരു വിദ്യാമായി ഇത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായി ആലോചിക്കുക പട്ടിണി കിടക്കുന്ന കാര്യം കേട്ടോ. അമ്മായിക്ക് പേടിയായി. ഓരോന്ന് വിശപ്പ് കാരണം ഇവർ വെള്ളവും ഇല്ല, ഒന്നുമില്ല. വിശപ്പും ഉണ്ട്, വെള്ളവും ഇല്ല. പൈസ കൊടുക്കാത്തതുകൊണ്ട് വാട്ടർ അതോറിറ്റിക്കാർ വെള്ളവും കട്ട് ചെയ്തു. ഈശ്വര, വിശന്ന് ചാവുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മായി ഇങ്ങനെ ആലോചിക്കുകയാണ്. വിശന്ന് ഇവർക്ക് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഇങ്ങനെ ആലോചിക്കുക. എന്തായാലും അമ്മായി, എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അമ്മായിക്ക് അത് ആശ്വാസമാവില്ലേ? അതിൻ്റെ കുറവോടെ ഉള്ളൂ. അല്ലെങ്കിൽ ഓടിച്ചെന്ന് ജോലി എന്ന് പറയുമ്പോൾ കിട്ടാൻ നിനക്ക് എന്ത് ഉദ്യോഗം അറിയാവുന്നത്? നിനക്കാരെങ്കിലും ഉദ്യോഗം എടുത്ത് വെച്ചിട്ടുണ്ടോടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും പ്രീതി പറഞ്ഞു, അക്കാര്യം ഓർത്ത് അമ്മായി വിഷമിക്കുമൊന്നും വേണ്ട. ശ്രുതിക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട്. അതെപ്പോ? അതെങ്ങനെ? അതെനിക്ക് ശ്യാം സാർ മേടിച്ചു തന്നതാ. ശ്യാം സാറോ? അയാളേതാ എന്ന് അമ്മായി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും പ്രീതിയും ശ്രുതിയും കൂടെ മുഖത്തോട് മുഖം നോക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെയും താങ്ക് യു. അപ്പോൾ വൈകുന്നേരം പ്രമോസൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നുണ്ട്. നാളത്തെ കഥകളൊക്കെ ആയിട്ട്. നാളത്തെ കഥ മാത്രമല്ല, ഇന്ന് ഫ്രൈഡേ ആണ്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കാത്തിരിക്കുക. സി ഓക്കെ, താങ്ക് യു.